പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂൺ മാസം 30 ചൊവ്വാഴ്ച. യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം 16 വാക്യം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ഇന്ന് നാം ഭക്തിപൂർവം ഓർക്കുന്ന 12 ശ്ലീഹന്മാരുടെ ഓർമ്മ. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ വേരുകളെ സ്പർശിക്കുന്ന ഒരു ആത്മീയ ആഹ്വാനമാണ്. ശ്ലീഹന്മാർ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ മഹാന്മാരല്ലായിരുന്നു. ഗലീലായിലെ സാധാരണ മത്സ്യത്തൊഴിലാളികൾ, നികുതി പിരിവുകാർ, വിവിധ ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവർ. അവരെയാണ് യേശു തൻ്റെ രാജ്യത്തിൻ്റെ അടിത്തറയാക്കിയത്. 12 ശ്ലീഹന്മാരുടെ ഓർമ്മ ഇന്ന് നാം ആചരിക്കുമ്പോൾ ഇത് നമ്മെ ആദ്യം പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വിളിയുടെ മഹത്വം. ദൈവത്തിൻ്റെ വിളി ഒരിക്കലും യോഗ്യതയുടെ പ്രതിഫലമല്ല, അത് കൃപയുടെ ദാനമാണ്. ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ സാധാരണ മനുഷ്യരും അസാധാരണ സാക്ഷികളായി മാറും. രണ്ടാമത്, ഈ പെരുന്നാൾ ത്യാഗപൂർണമായ ശിഷ്യത്വത്തിൻ്റെ ഓർമ്മയാണ് സമ്മാനിക്കുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരെ സുഖസൗകര്യങ്ങളുടെ വഴിയിലേക്കല്ല, കുരിശിൻ്റെ വഴിയിലേക്കാണ് വിളിച്ചത്. അവർ സുവിശേഷത്തിന് വേണ്ടി കഷ്ടതകൾ സഹിച്ചു, തടവറകൾ അനുഭവിച്ചു, പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി, ഒടുവിൽ ജീവൻ പോലും അവരർപ്പിച്ചു. എന്നാൽ അവരുടെ രക്തം സഭയുടെ വിത്തായി മാറി, അവരുടെ കണ്ണുനീർ വിശ്വാസത്തിൻ്റെ വിളവായി മാറി. മൂന്നാമതായി, ശ്ലീഹന്മാരുടെ ഓർമ്മ പഠിപ്പിക്കുന്നത് സാക്ഷ്യത്തിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച്. അവർ പ്രസംഗിച്ചത് വാക്കുകൾ മാത്രമല്ല, ജീവിച്ചതായ ജീവിതമായിരുന്നു. അവരുടെ അധരങ്ങളിൽ സുവിശേഷമുണ്ടായിരുന്നു, അവരുടെ ഹൃദയത്തിൽ ക്രിസ്തുവുണ്ടായിരുന്നു, അവരുടെ കൈകളിൽ സേവനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലോകം അവരുടെ സന്ദേശം വിശ്വസിച്ചത്. ഇന്ന് നാം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: നാമും നമ്മുടെ ജീവിതത്തിൽ എന്താണ് കരുതുന്നത്? നമ്മുടെ ജീവിതം ഒരു സുവിശേഷമാണ്. നമ്മുടെ കുടുംബത്തിൽ, ജോലിസ്ഥലത്ത്, സമൂഹത്തിൽ ക്രിസ്തുവിൻ്റെ സുഗന്ധം പരത്തുന്ന ശിഷ്യന്മാരായി തീർന്ന് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ശ്ലീഹന്മാരുടെ ഓർമ്മ ഭൂതകാലത്തിൻ്റെ മഹത്വം ആഘോഷിക്കാനല്ല, വർത്തമാനകാലത്തിൻ്റെ വിശ്വാസം ഉണർത്താനായിട്ടാണ് നാം ഇത് ആചരിക്കുന്നത്. അവർ കത്തിച്ചതായ വിശ്വാസത്തിൻ്റെ ദീപം നമ്മുടെ തലമുറയിൽ അണയാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ജീവിതവും ഒരു 5ാം സുവിശേഷം ആയിത്തീരട്ടെ. ആളുകൾ വായിക്കുന്ന, ജീവിക്കുന്ന സുവിശേഷം. നമ്മുടെ വാക്കുകളേക്കാൾ നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ പ്രസംഗിക്കട്ടെ. ശ്ലീഹന്മാരുടെ വിശ്വാസം നമ്മുടെ വിശ്വാസമാകട്ടെ. അവരുടെ ധൈര്യം നമ്മുടെ ധൈര്യമാകട്ടെ. അവരുടെ സമർപ്പണം നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളമാകട്ടെ. 12 ശ്ലീഹന്മാരുടെ ഓർമ്മ നമ്മുടെ ഉള്ളിൽ പുതിയ ഒരു ശിഷ്യത്വത്തിൻ്റെ തീ ജ്വലിപ്പിക്കുവാനായിട്ടിടയായി തീരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, 12 ശ്ലീഹന്മാരെ വിളിച്ച് രൂപപ്പെടുത്തി ലോകത്തിൻ്റെ വെളിച്ചമാക്കിയല്ലോ. അവർ കാണിച്ച വിശ്വാസവും സമർപ്പണവും ധൈര്യവും ഞങ്ങളുടെ ജീവിതത്തിലും നിറയണമേ. അങ്ങയുടെ വിളി തിരിച്ചറിയാൻ, കുരിശേറ്റെടുത്ത് വിശ്വസ്തരായ ശിഷ്യരായി തീരുവാൻ ഞങ്ങളെ ശക്തരാക്കണം. ഞങ്ങളുടെ വാക്കുകളിലല്ല, ജീവിതത്തിൽ 12 ശ്ലീഹന്മാരുടെ മധ്യസ്ഥത്താൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ, അവസാനം വരെ അങ്ങയോട് വിശ്വസ്തരായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.